ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഒരു ക്ലാസിക് പോരാട്ടം, ക്ലാസിക് സെമി ഫൈനൽ മത്സരമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. റയൽ മാഡ്രിഡ്, യൂറോപ്യൻ ഫുട്ബോൾ ചക്രവർത്തിമാരായ റയൽ മാഡ്രിഡ് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. എന്തായാലും ഒരു ഗംഭീര മത്സരം തന്നെയായിരിക്കും, ഒരു ക്ലാസിക് സെമി പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ റയലും PSG തമ്മിൽ അവസാനമായിട്ട് ഏറ്റുമുട്ടിയത് 2022 ചാമ്പ്യൻസ് ലീഗിലായിരുന്നു. അന്ന് ആദ്യ ലെഗിൽ പാരീസിൽ PSG 1-0 വിജയിക്കുന്നു. രണ്ടാമത്തെ ലെഗിൽ ആദ്യ പകുതിയിൽ PSG ഒരു ഗോൾ നേടുന്നു. അവർ 2-0 അഗ്രിഗേറ്റ് ലീഡ് സ്വന്തമാക്കുന്നു. അവിടെ നിന്ന് ഒരു ടേൺ അറൗണ്ട് രണ്ടാം പകുതിയിൽ സംഭവിക്കുന്നു. കരീം ബെൻസിമയുടെ കിഡിലൻ ഹാട്രിക്, ഒരു മാജിക്കലായുള്ള ഒരു ഗംഭീരമായുള്ള ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു അന്ന് റയൽ മാഡ്രിഡ് നടത്തിയത്. പിന്നീട് കിരീടം നേടുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ ആവേശം തിരതല്ലുന്നൊരു പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പിന്നെ PSG ഒരുപാട് മാറിക്കഴിഞ്ഞു. പഴയ PSG അല്ല. PSG നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരാണ്. അതുകൂടാതെ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. ആ ഒരു ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാൻ പറ്റുന്ന ഒരു മാജിക് ലൂയിസ് എൻറിക്കയുടെ ടീമിനുണ്ട്. അപ്പം അതും പിന്നെ റയൽ മാഡ്രിഡ് ഒരു പുതിയ പരിശീലകൻ സാബി അലോൺസോയ്ക്ക് കീഴിൽ കളിക്കുന്നു. അപ്പോൾ സാബി അലോൺസോയുടെ ഒരു ബിഗ് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് PSG-ക്കെതിരെയുള്ള ഈ ക്ലബ് വേൾഡ് കപ്പ് സെമി പോരാട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സാബിക്ക് കീഴിൽ നല്ല രീതിയിൽ റയൽ മാഡ്രിഡ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രഷ് എനർജി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ 3-2 ആവേശകരമായ മത്സരത്തിലാണ് റയൽ മാഡ്രിഡ് തോൽപ്പിച്ചത്. ആ ഒരു മത്സരത്തിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് പറയാം. ഒന്ന്, ആർദ ഗുലറിൻ്റെ ഒരു പെർഫോമൻസ് ആണ്. ഗുലറിന് ലഭിച്ച അവസരങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ സാബിയുടെ ഒരു പ്രധാന താരമായിട്ട് ആർദ ഗുലർ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോണി ക്രൂസിൻ്റെയൊക്കെ ഒരു അഭാവം റയൽ മാഡ്രിഡിനെ ശരിക്കും ബാധിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ കുറച്ചൊരു പരിഹാരം കണ്ടെത്താൻ ഇപ്പം ഗുലറിൻ്റെ സാന്നിധ്യം വഴി കഴിയുന്നുണ്ട്. ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ പോലും ഗുലറിൻ്റെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു. ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെ 2 ഗോളുകൾക്ക് അസിസ്റ്റ് നൽകി. അതുമാത്രമല്ല, റയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിംഗ് ആ ഒരു ബിൽഡപ്പിൽ ഒരു നിർണായക ഇൻവോൾവ്മെൻ്റ് ആണ് ഗുലറിനുള്ളത്. ഡിഫെൻസീവായിട്ടും മികച്ച ജോബാണ് ഗുലർ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ടാക്കിളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ടാക്കിളുകൾ ഗുലറിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു. അപ്പോൾ ഗുലർ ശരിക്കും ഓടി കളിക്കുന്നുണ്ട്. റയലിൻ്റെ ഒരു നിർണായക താരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ എംബാപ്പയുടെ ഒരു പ്രകടനം, കാരണം അദ്ദേഹം സബ്ബായിട്ട് വന്നു. ഇപ്പോൾ തുടർച്ചയായുള്ള 2ാമത്തെ മത്സരത്തിലാണ് സബ്ബായി ഇറങ്ങുന്നത്. സബ്ബായി വന്നിട്ട് ആ ഒരു നിർണായക ഗോൾ നേടി എന്നുള്ളതാണ്. ഒന്ന്, ഒരു കിടിലൻ ഗോളായിരുന്നു, ഒരു ഓവർഹെഡ് കിക്കായിരുന്നു. അതുകൂടാതെ തന്നെ ആ ഒരു നിർണായക നിമിഷത്തിലാണ് എംബാപ്പെ സ്കോർ ചെയ്തത്. കാരണം സ്കോർ 2-1 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. സ്റ്റോപ്പേജ് ടൈമിൽ മൊത്തം ടെൻഷനായിരുന്നു. ഒരു നെർവസ് സിറ്റുവേഷനിലേക്ക് പോകുന്നു. ബൊറൂസിയ ഡോട്ട്മുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഗോൾ അടിക്കുക എന്നുള്ളൊരു അവസരം ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എംബാപ്പെ വന്ന് സ്കോർ ചെയ്ത് റയലിൻ്റെ ലീഡ് 3-1 മാറ്റിയത്. അപ്പോൾ എംബാപ്പയുടെ തിരിച്ചുവരവ് ഒരു ഗംഭീര പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച്. അതുമാത്രമല്ല, അടുത്ത മത്സരം PSG-ക്കെതിരെയാണ്. എംബാപ്പയുടെ മുൻ ക്ലബ്ബായ PSG-ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ താരത്തിൻ്റെ ഒരു ഫുൾ ഫിറ്റ്നസ്സും സാന്നിധ്യമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എംബാപ്പെ PSG-ക്കെതിരെ കളിക്കുന്നു എന്നുള്ളൊരു സവിശേഷത കൂടി നെക്സ്റ്റ് സെമി മത്സരത്തിനുണ്ട്. പിന്നെ ഡീൻ ഹോയ്സൻ്റെ ആ ഒരു റെഡ് കാർഡ്, അതൊരു വലിയ തിരിച്ചടി തന്നെയായി മാറി. കാരണം ഹോയ്സനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പം സാബി അലോൺസോ ഡിഫൻസിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിൽഡപ്പുകളൊക്കെ തുടങ്ങുന്നത് ഹോയ്സനിൽ നിന്നാണ്. അപ്പോൾ ഹോയ്സൻ ഇല്ലാത്തത്, വളരെ സ്റ്റേബിളായിട്ട് കളിക്കുന്ന റയൽ മാഡ്രിഡ് ഡിഫൻസീവ് സ്റ്റെബിലിറ്റിക്ക് ഒരു പ്രധാന കാരണക്കാരനായ ഹോയ്സൻ ഇല്ല എന്നുള്ളത് PSG-ക്കെതിരെയുള്ള മത്സരത്തിൽ റയലിന് ഒരു തിരിച്ചടി തന്നെയാണ്. കാരണം PSG-യുടെ ഒരു അറ്റാക്കിംഗ് നിരയുടെ ശക്തി നമുക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ചൗമേനി അടുത്ത മത്സരത്തിൽ സെൻട്രൽ ബാക്കായിട്ട് വരാനാണ് സാധ്യത. കാരണം അസെൻസിയോ ഉപയോഗിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിങ്ങിൽ വല്ല ഇറക്കി ആ ഒരു പരീക്ഷണത്തിന് സാബി അലോൺസോ മുതിരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഈ ഒരു മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ബൊറൂസിയ ഡോട്ട്മുണ്ട് മാക്സിമം പൊരുതി, പക്ഷേ റയൽ മാഡ്രിഡിന് വിജയിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പതറിപ്പോയില്ല. അവസാന നിമിഷം ഒരു ഗംഭീര സേവ് തിബോ കോർട്ടുവയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ സേവ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമായിരുന്നു. എന്തായാലും 3-2 ത്രസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കിയ റയൽ മാഡ്രിഡ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ സെമിയിലെത്തിയിരിക്കുന്നു. സാബി അലോൺസോയ്ക്ക് കീഴിൽ ആദ്യത്തെ ടൂർണമെൻറ്റിൽ തന്നെ സെമിയിലെത്താൻ റയൽ മാഡ്രിഡിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. PSG ബയൺ മ്യൂണിക് മത്സരം ഡൊമിനേഷൻ ഫസ്റ്റ് ഹാഫിലൊക്കെ ബയൺ മ്യൂണിക്കിനായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഗംഭീരമായിട്ട് തിരിച്ചു വരാൻ PSG-ക്ക് സാധിച്ചു. 2 ഗോളുകൾ നേടി. 82-ാം മിനിറ്റിൽ 10 പേരായിട്ട് ചുരുങ്ങുന്നു. പിന്നീട് സ്റ്റോപ്പേജ് ടൈമിൽ 9 പേരായി ചുരുങ്ങുന്നു. എന്നിട്ട് പോലും വിജയിക്കാൻ PSG-ക്ക് സാധിച്ചു. ആ ഒരു മാജിക്, ഒരു ബ്രേക്ക് കണ്ടെത്താൻ, ഓരോ നിമിഷത്തിലും ഒരു നിർണായകമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ ആ ഒരു മാജിക് അത് PSG-ക്ക് ഉണ്ട്. ലൂയിസ് എൻറിക്കയുടെ കീഴിൽ ആ ഒരു സ്ഥിരതയോടെ PSG കളിക്കുന്നു എന്നുള്ളതാണ്. ബയേണിന് എന്തോ ഒരു ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഫൈനൽ തേർഡിൽ ഒരു ക്ലിനിക്കലല്ല എന്നുള്ളൊരു
പ്രതീതിയാണ് ബയൺ മ്യൂണിക്കിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ കോച്ച് കൊമ്പാനിയുടെ പല ടാക്ടിക്സും ഒരു ലീഗൊക്കെ അടിക്കാൻ പറ്റിയ ഒരു കോച്ചാണ്. പക്ഷേ ഒരു നിർണായകമായുള്ള ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെൻറ്റിലൊക്കെ എത്രത്തോളം എക്സൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും, അല്ലെങ്കിൽ ആ രീതിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. PSG സംബന്ധിച്ച് PSG ഡെമ്പലെ ഗോൾ നേടി. ഡെമ്പലെ ആണെങ്കിലും തിരിച്ചു വന്ന് പരിക്കൊക്കെ മാറി തിരിച്ചു വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെമ്പലെ ഗോൾ നേടിയത് PSG വലിയൊരു പോസിറ്റീവായുള്ള കാര്യമാണ് നെക്സ്റ്റ് മത്സരത്തിൽ. ഡെസിറേ ഡുവേ ആണെങ്കിൽ അതേ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ജാവോ നെവസ്, വിറ്റീനി അവരുടെയൊക്കെ പെർഫോമൻസ് അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര പോരാട്ടം തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. PSG-യും റയൽ മാഡ്രിഡും ഒരു വമ്പൻ മത്സരം തന്നെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.